സോ അതുകൊണ്ടാണ് സീരിയൽ കില്ലേഴ്സിനെ സെലിബ്രിറ്റീസ് ആയിട്ട് കാണുന്നത്. ഇവരുടെയൊക്കെ പേരുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇവർക്കൊക്കെ ഭയങ്കര കൂളായിട്ടുള്ള നെയിംസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ജാക്ക് ദ റിപ്പർ, ദ നൈറ്റ് സ്റ്റോക്കർ, സോഡിയാക് കില്ലർ, മിൽവോക്കി കാനിബൽ, അങ്ങനെ. ഇവിടെ മീഡിയ സെൻസേഷനലിസം ഉണ്ടെങ്കിലും നമ്മളിവിടെ മറ്റൊരു രീതിയിലൂടെയാണ് ഇതിനെ കാണാനായിട്ട് ശ്രമിക്കുന്നത്. അതായത് കാൾ യുങ്ങിന്റെ തിയറി ഓഫ് ആർക്കിടൈപ്പ് അനുസരിച്ച് നമ്മളുടെ എല്ലാം മനസ്സിൽ ചില പൊതു സിംബൽസ് അഥവാ ആർക്കിടൈപ്സ് ഉണ്ട്. ലൈക്ക് ഈ ഹീറോ, വില്ലൻ, ഷാഡോ, മോൺസ്റ്റർ, ട്രിക്സ്റ്റർ, മദർ, അങ്ങനെയൊക്കെ. ആൻഡ് ഇതിലെ ഷാഡോ എന്ന ആർക്കിടൈപ്പിലാണ് നമ്മൾക്ക് സീരിയൽ കില്ലേഴ്സിനെ കാണാനായിട്ട് പറ്റുക. ഇവിടെ ശരിക്കും മീഡിയ ഒരു കില്ലറിന് ഇങ്ങനെയുള്ള പേരുകൾ നൽകുമ്പോഴോ അവരെ കുറിച്ചിട്ടുള്ള കഥകൾ പറയുമ്പോഴോ ഒക്കെ നമ്മൾക്കുള്ളിലുള്ള ഒരു അൺനോൺ ഫിയറിനെ നമ്മൾ തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു മിത്തിക്കൽ ഫിഗർ എന്ന കണക്കെ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ലൈക്ക് ഹൗ വി ഡിഡ് ടു മോസ്റ്റ് തിങ്സ് ഇൻ ദ പാസ്റ്റ്. അതായത് നമുക്കറിയാത്തൊരു കാര്യത്തെ നമുക്ക് കോംപ്രിഹെൻസിബിൾ ആയിട്ടുള്ള രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നു. ഇനി റോളൻ ബാർത്തിന്റെ മിത്സ് എന്ന കോൺസെപ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു റിയൽ ക്രിമിനലിനെ ഒരു സൂപ്പർ വില്ലനെ പോലെ മിസ്റ്റീരിയസ് ആൻഡ് ഫിക്ഷണൽ ആക്കി മാറ്റുന്നു. ഈ ഒരു പ്രോസസ്സിലൂടെ കൊലപാതകം എന്ന ഭീകരമായ ഒരു കാര്യത്തെ മോർ കൺസ്യൂമബിൾ ആൻഡ് എന്റർടൈനിങ് സ്റ്റോറി ആക്കുകയാണ്. ഇവിടെ നമ്മൾ വിക്ടിംസിന്റെ സഫറിംഗ്, ഫെയിലിയർ ഇൻ ദ എൻഫോഴ്സ്മെന്റ് ഓഫ് ലോസ്, ഇഷ്യൂസ് വിത്ത് മെന്റൽ ഹെൽത്ത് സിസ്റ്റം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ തികച്ചും അവഗണിച്ചുകൊണ്ട് ഇവന്മാരെ എന്തോ വലിയ സംഭവമായിട്ട് മാത്രം പ്രസന്റ് ചെയ്യുന്നു. അതായത് മേൽപ്പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും ആളുകൾ ആ സമയം ചിന്തിക്കില്ല. ദേ ആർ ജസ്റ്റ് ഫോക്കസ്ഡ് ഓൺ ദ സോ കോൾഡ് സൂപ്പർ വില്ലൻ. 2005 ഡേവിഡ് ഷ്മിറ്റ് നാച്ചുറൽ ബോൺ സെലിബ്രിറ്റീസ്, സീരിയൽ കില്ലേഴ്സ് ഇൻ അമേരിക്കൻ കൾച്ചർ എന്ന വർക്കിലൂടെ മീഡിയ സൈക്കോപാത്തുകളെ സെലിബ്രിറ്റീസ് ആക്കി മാറ്റുന്നതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അതായത് മോറൽ വാർണിംഗ്സിന് പകരം ഇവരെ ഒരു പോപ്പ് കൾച്ചർ ഐക്കൺസ് ആക്കിയിട്ടാണ് മാറ്റുന്നത്. കാലക്രമേണ ഭീകരതയും ഹീറോയിസും തമ്മിലുള്ള ബൗണ്ടറി ബ്ലർ ആവുകയും ഇവരൊരു തരം ആന്റി ഹീറോ ആയിട്ട് മാറുകയും ചെയ്യുന്നു. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള മറ്റൊരു വ്യൂ പോയിന്റ് എന്നാൽ ജാക്ക് ദ റിപ്പർ പോലെയുള്ള സീരിയൽ കില്ലേഴ്സിനെ ഗ്ലോറിഫൈ ചെയ്യുന്നതിലൂടെ വിമനെതിരെയുള്ള അതിക്രമങ്ങൾ നോർമലൈസും ഗ്ലാമറൈസും ചെയ്യപ്പെടുന്നു. ഇതിലൂടെ ആ കൊലയാളിയുടെ ക്രൂരതയോട് വെറുപ്പ് തോന്നുന്നതിന് പകരം സമൂഹത്തിന് പുറത്ത് നിൽക്കുന്ന ശക്തനായ ഒരാളെന്ന ഇമേജ് ക്രിയേറ്റ് ആവുകയും ആ ഒരു മിത്തിക്കൽ ഇമേജിനോട് പ്രചോദനവും ആരാധനയും തോന്നാൻ കാരണവും ആയേക്കാം എന്നാണ് ജാനെ കപ്യൂട്ടി പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നാൽ നമ്മൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളെ കുറിച്ചിട്ട് കേൾക്കുമ്പോഴോ വായിക്കുമ്പോഴോ ഒക്കെ കൊലയാളിയുടെ കൂളായിട്ടുള്ള പേരിലോ അവരുടെ കഥയിലോ അല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. മറിച്ച് ഇവർ കാരണം നഷ്ടപ്പെട്ടു പോയ ആ ജീവിതങ്ങളെക്കുറിച്ചും അവരുടെ പ്രിയപ്പെട്ടവർ അനുഭവിച്ച വേദനകളെ കുറിച്ചിട്ടുമാണ്.